ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ലയൺസ് ക്ലബിന്റെ സഹായത്തോടെ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം ബാലസാഹിത്യകാരനായ SP പള്ളിപ്പുറം നിർവഹിച്ചു. തദവസരത്തിൽ ലയൺസ് ക്ലബ് ഭാരവാഹികൾ, പ്രധാനാധ്യാപിക മേരി ഷീന, സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സെസിൽ CSST എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബിന്റെ ഒരു ചെറിയൊരു ഉദ്യമത്തോടു കൂടി ആരംഭിക്കുന്ന ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ നാട്ടിലെ ദേശീയ അവാർഡ് നേടിയ സിപ്പ് മാഷ് തന്നെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹവും അഭിമാനവുമായ ഒരു നിമിഷമാണ്. അപ്പോൾ സിപ്പി സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു കൈയടിക്കാം. അതുപോലെ തന്നെ ഇന്നും കൂടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ സിസ്റ്റർ, ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപികമാർ, നമ്മുടെ ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളും, നിങ്ങൾക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു കൈയടിക്കാം. ഈ ലൈബ്രറിയുടെ ശതാബ്ദി ഗ്രന്ഥാലയം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഈ ഗ്രന്ഥാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് സിപ്പി സാറിനെ ഞാൻ സാദരം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിസ്റ്റർ, മിസ്റ്റേഴ്സ്, മറ്റിവിടെ എത്തിയിട്ടുള്ള ലയൺസ് ക്ലബിൻ്റെ സാരഥിമാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, നാളെ ഈ അങ്കണത്തിൽ വലിയൊരു മഹോത്സവം നടക്കാൻ പോവുകയാണ്. ഈ വിദ്യാലയത്തിന് 100 വർഷം തികയുന്ന പരിപാടിയാണ് നാളെ നടക്കുന്നത്. നിസ്സാരമായൊരു കാര്യമല്ല. 100 വർഷം, 100 സംവത്സരങ്ങൾ പിന്നിട്ട് ഈ വിദ്യാലയ മുത്തശ്ശി ഒന്നുകൂടി ചിറകുകൾ വിരുത്തി പറക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ചടങ്ങ് നാളെ അംബ്രോസ് പിതാവ് വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, ഹൈബീഡിന് MP വരുന്നുണ്ട്. വലിയ പരിപാടിയാണ്. ആ പരിപാടിയുടെ എല്ലാം മുന്നോടിയായിട്ട് ലയൺസ് ക്ലബിലെ നമ്മുടെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ, ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആളുകളും എൻ്റെ സ്വന്തം ശിഷ്യന്മാരും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അവരുടെ എല്ലാം വലിയ താല്പര്യപ്രകാരം ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ചിന്തിച്ചു, ഇവരെന്ത് പേരായിരിക്കും ഇതിന് കൊടുക്കുന്നത് എന്ന് ഞാനിങ്ങനെ വെറുതെ ഇന്ന് രാവിലെ ഓർമ്മിച്ചു. ഉചിതമായ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്, ശതാബ്ദി ഗ്രന്ഥാലയം. ഈ ശതാബ്ദിയുടെ ഓർമ്മ, ശതാബ്ദി ആഘോഷങ്ങളൊക്കെ തീരും, ഡാൻസും ചെണ്ടകൊട്ടും ബാൻഡ് മേളവും അതിഥികളുടെ പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് അവർ പോവും. ബാക്കി അവശേഷിക്കണ്ടേ എന്തെങ്കിലും? അങ്ങനെ അവശേഷിക്കാൻ പോകുന്ന ഒന്ന് ഇതിൻ്റെ ഓർമ്മ. ഇതിന് 100 വയസ്സായ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഉദ്ഘാടനം ചെയ്ത ഈ ഗ്രന്ഥശാലയുടെ ഓർമ്മ നന്നായിട്ട് നിലനിൽക്കും. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്, ഗ്രന്ഥാലയമാണ്. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ലഹരി മരുന്നിനൊക്കെ അടിമപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ്. അവർ ഓൺലൈൻ കളികളുടെ എല്ലാം ഇടയിലൂടെ പോയി നാശത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്കിറങ്ങിയാൽ തൻ്റെ കുടൽമാല ചൂടിയിട്ടേ പോകുമെന്ന് പ്രിൻസിപ്പോളിനോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന, അലറിപ്പറയുന്ന കുട്ടികൾ ശിഷ്യന്മാരുടെ കാലത്തിലേക്ക് ഈ കാലം നീങ്ങി. ഈ നിൽക്കുന്നതിൽ കൂടുതൽ പേര് എൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ പഠിപ്പിച്ചതാണ്. ഞാൻ തള്ളിയിട്ടുണ്ട്. അവരൊക്കെ ഇന്നും ആ ബഹുമാനത്തിന് ഒരു മാറ്റു കുറയാത്ത രീതിയിലുള്ള ബഹുമാനമാണ് കാണിച്ചു വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെല്ലാം കാരണം ഞങ്ങൾ വായിച്ച പുസ്തകങ്ങളാണ്. യേശവദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും MTയുടെയും എല്ലാം പുസ്തകങ്ങൾ വായിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നത്. അതിലെല്ലാം വെറുതെ പുസ്തകങ്ങൾ വായിച്ച് രസിക്കുകയല്ല, അതിലെല്ലാം നന്മയുടെ പാഠങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, എല്ലാവിധ വാസനകളെ വളർത്താനും ഉതകുന്നത് വായനയാണ്. വായന വാസനയ്ക്ക് വളം. ഒന്ന് എല്ലാവരും പറയണം, വായന വാസനയ്ക്ക് വളം എന്ന് പറയുന്നേ. വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധമല്ല. നമുക്ക് ഓരോ വാസനകളുണ്ട്. ചിലർക്ക് വരക്കാനുള്ള കഴിവുണ്ട്, ചിലർക്ക് കഥ എഴുതാനുള്ള കഴിവുണ്ട്, ചിലർക്ക് കവിത എഴുതാനുള്ള കഴിവുണ്ട്, ചിലർക്ക് കായികമേളയിലൊക്കെ ആയിരിക്കും താല്പര്യം. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കഴിവുണ്ട്. ഒരു കഴിവുമില്ലാത്ത ഒരു കുട്ടിയും ഇല്ല എന്നതാണ് സത്യം.
എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും തന്നെയാണ്. അപ്പം ആ കഴിവിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വിദ്യയുള്ളൂ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണിത്. വായന വാസനയ്ക്ക് വളം. ഒന്നുകൂടി പറഞ്ഞേ. അപ്പോൾ ആ ശതാബ്ദിയോടനുബന്ധിച്ച് ഇവർ കണ്ടുപിടിച്ച വിദ്യ ഇതാണ്. കുട്ടികൾ വായിക്കട്ടെ. ശതാബ്ദിയൊക്കെ കഴിഞ്ഞു പോകും, അതുകൊണ്ട് കുട്ടികൾ വായിക്കണമെന്നാണ് ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകർ മനസ്സിൽ കണ്ടത്. അപ്പോൾ ഈ വിദ്യാലയത്തിന് നല്ലൊരു ഗ്രന്ഥശാല അവരുടെ സഹകരണത്തോടുകൂടി ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുക്കണം. കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നല്ല ഒന്നാന്തരം പുസ്തകങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിലുണ്ട്. എത്ര പുസ്തകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് കുട്ടികൾക്കുള്ള ഒരു 50 പുസ്തകം ഉണ്ടാവും. ഇപ്പം എത്രയാണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു 30,000 പേരുകളിലുള്ള പുസ്തകങ്ങളുണ്ടാവും. 30,000. ഭരണമടഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി ജ്ഞാനപീഠ സമ്മാനം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആ വലിയ എഴുത്തുകാരനും കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ, കണ്ടിട്ടുണ്ടാവോ? MT 3 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒന്ന് മാണിക്യക്കല്ല്. കുട്ടികൾ കയ്യിലെടുത്താൽ കണ്ണ് പിന്നെ പൂട്ടില്ല. അത്ര രസകരമായ ഒരു രാജകുമാരനും മന്ത്രികുമാരനും യാത്രയ്ക്ക് പോകുന്നതും അവർ പോകുന്ന വഴിക്ക് രാത്രിയിൽ ഒരിടത്ത് ഒരു കുളക്കടവിൽ വെച്ച് ഒരു മാണിക്യക്കല്ല്, സർപ്പത്തിൻ്റെ ഒരു മാണിക്യം അവർക്ക് കിട്ടുന്നതും ആ മാണിക്യവുമായി അവരൊരു ഗുഹയിൽ അകപ്പെടുന്നതും ആ ഗുഹയിൽ അകപ്പെട്ട ഒരു പാവം പെൺകുട്ടിയെ രക്ഷിക്കുന്നതും ഒക്കെ വളരെ രസമായിട്ട് വായിച്ചു പോവാം. അതുപോലെ ദയ എന്ന പെൺകുട്ടി MT വാസുദേവൻ നായർ എഴുതിയ അത് പിന്നീട് സിനിമയായി. ദയ എന്ന പേരിൽ സിനിമയായത് അദ്ദേഹം എഴുതിയ ഒരു കുട്ടികളുടെ പുസ്തകമാണ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമ്മുടെ മഹാകവികളാണെങ്കിൽ നല്ല ഒന്നാന്തരം കവിതകൾ, നല്ല ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കവിതകളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നത്. അപ്പം വായ തുറന്നു പാടണം. അപ്പം ഇപ്പ ചുട്ടൊരപ്പം തപ്പു കൊട്ടി വന്നാൽ അപ്പുവിന് തിന്നാം, ഇപ്പൊ തന്നെ തിന്നാം. ഇപ്പൊ തിന്നാം കേട്ടാ. ഞാൻ ഇവരെയൊക്കെ പാടി കേൾപ്പിച്ച് പഠിപ്പിച്ച പാട്ടാണിത്. നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യനായ നമ്മുടെ നാട്ടുകാരനും കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ നമ്മുടെ സിപ്പി സാറിനെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സിപ്പി സാറിനെ നമ്മൾ നാളെ നമ്മുടെ 100ാം വാർഷികത്തിൽ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞത് ഇന്ന് ഞാൻ വരുന്നതാണ് ഉചിതം. ഇതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. സാറ് വളരെ കൃത്യസമയത്ത് ഇവിടെ എത്തുകയും കുട്ടികൾക്ക് വേണ്ടതായ നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും കുട്ടികൾക്ക് സന്തോഷത്തോടുകൂടി പുസ്തകങ്ങൾ നൽകുകയും ചെയ്ത സിപ്പി സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ടീച്ചേഴ്സ്, കുട്ടികളെ, നമ്മുടെ വിദ്യാലയത്തിന്റെ 100ാം വാർഷികമാണ് നാം നാളെ ആഘോഷിക്കുന്നത്. അതോടനുബന്ധിച്ച് നമുക്കൊരു ഓർമ്മയായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹപ്രകാരം നമ്മുടെ വിദ്യാലയത്തിന്റെ വലിയൊരു അഭ്യുദയകാംക്ഷിയാണ് തോമസ് സാർ. സാറിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ആവശ്യം പറഞ്ഞു. നമുക്കിവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതൊന്ന് മോഡിഫൈ ചെയ്ത് ഒരു ഗ്രന്ഥാലയമാക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു. ആദ്യം ഒരു തീരുമാനം വന്നു, പിന്നെ അത് നടപ്പിലാകുമോ എന്നൊരു സംശയം വന്നെങ്കിലും വീണ്ടും ഉള്ള എൻ്റെ അഭ്യർത്ഥന പ്രകാരം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഞങ്ങളിത് ചെയ്തു തരാമെന്ന് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും ഞാൻ അറിയാറില്ല ഇവിടെ വന്ന് പല പണികളും ചെയ്ത് വൈകുന്നേരം ആവുമ്പോഴായിരിക്കും ഇതിൻ്റെ പല മാറ്റങ്ങളും നമ്മൾ കാണുന്നത്. ഓരോ മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ പഴയ കിച്ചൺ ആയിരുന്നെങ്കിലും അതിനെ ഈ രീതിയിൽ മാറ്റിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഹെഡ് മിസ്ട്രസ്, മറ്റ് അധ്യാപകരെ, 100ാം വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ ഈ വിദ്യാലയത്തിൽ ഒരു ഗ്രന്ഥാലയം, ശതാബ്ദി ഗ്രന്ഥാലയം ഒരുക്കുവാനായിട്ട് ഞങ്ങൾ ലയൺസ് ക്ലബിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് സിപ്പി സാർ വന്നത് അതിലും വലിയൊരു
അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ ഗ്രന്ഥാലയം ഭാവിയിൽ ഈ സ്കൂളിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.